കാണണമെന്ന് പറഞ്ഞത്? പോളിന്റെ അടുത്ത ബന്ധുവാ ഈ കടനാട്ടിൽ വർഗീസ് അല്ലേ? അതെ മാഡം, വളരെ അടുത്ത ബന്ധുവാ. എന്റെ ഉപ്പാപ്പനാണ്. പക്ഷേ സ്വന്തം സഹോദരങ്ങളെക്കാൾ അടുപ്പമാ നിങ്ങൾ തമ്മിലല്ലേ? അത് പിന്നെ എന്നാന്ന് വെച്ചാ, ഞാന് ഒരൊറ്റപ്പെട്ടാണേ. ചെറുപ്പം മുതലേ കളിച്ചതും പറഞ്ഞല്ല ഉപ്പാപ്പന്റെ വീട്ടിലെ. പ്രായത്തിൽ മൂത്തായിരുന്നെങ്കിലും അച്ഛനും ഞാനും കൂടെ ആയിരുന്നു കളിയും ചിരിയും കൂട്ടുകാരും ഒക്കെ. ഇപ്പോഴും ഒന്നിച്ച കളികൾ അയ്യോ. ഈ വർക്കിനാണെങ്ങനെയാ? തികഞ്ഞ മാന്യൻ. പിന്നെ എന്നതാ, ഒരു കുഞ്ചുണ്ടിയുണ്ട്, വെറുപ്പിക്കാൻ വിളിക്കണേ. അതുകൊണ്ട് ചിലപ്പോ വല്ലവരും വല്ല കുഞ്ഞാഞ്ഞൊക്കെ പറഞ്ഞുണ്ടാക്കും, ചുട്ടനാണ് ചതിയനാണ് എന്നൊക്കെ. ചുമ്മാ വെറുതെ ആ കാണുന്ന തണ്ടുന്നടിയേ ഉള്ളൂ. സാധുവാ. മിസ്റ്റർ കോളച്ചിന് അദ്ദേഹത്തോട് വലിയ പ്രതിപക്ഷം തോന്നുന്നു. അത് പിന്നെ അങ്ങനെ വേണ്ടേ മാഡം. ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾ അങ്ങനെയാ, കൂട്ടത്തിലുള്ളവരോട് വലിയ സ്നേഹമാണ്. പിന്നെന്താ കടനാട്ടിൽ വർഗീസിന് ഇളയ മകൻ അലക്സിനോടും ഭാര്യ ആനിയോടും ആ സ്നേഹമില്ലാതിരുന്നത്? അത് പിന്നെ ആ പെണ്ണിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണമുണ്ടല്ലോ. കാണാൻ മാഡത്തെ പോലെ പറിച്ചു വെച്ചതാണെങ്കിലും കയ്യിലിരിപ്പ് ഇതുപോലുമല്ല, മഹാമേനയാ. അതിന് എന്റെ കയ്യിലിരിപ്പ് ഓളത്തിന് എങ്ങനെ അറിയാം? അല്ല, അത് പിന്നെ കണ്ടാലറിയാമല്ലോ. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവരുണ്ട്. ഈ കടനാട്ടിലെ ബിസിനസ്സിൽ ഓണത്തിന് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് കേട്ടത് ശരിയാണ്? പാർട്ട്ണർഷിപ്പോ? ആർക്ക്? എനിക്കോ? നന്നായി. എന്റെ പൊന്നു മാഡം, അയാള് ജാഗ്രതയില്ല. പാർട്ട്ണർഷിപ്പ് പോയിട്ട് ഒരുത്തിനെ അങ്ങോട്ട് അടുപ്പിക്കുക പോലും ഇല്ല. ഓണത്തിനല്ലേ ഇപ്പൊ പറഞ്ഞത് അയാൾ പാവമാ സാധുവാന്നൊക്കെ? ഇത്ര പെട്ടെന്ന് അഭിപ്രായം പറ്റിയോ? അല്ല മാഡം, അത് പാവാണ്. പക്ഷെ ബിസിനസിന്റെ കാര്യത്തിൽ അലക്സുമായി വർഗീസിന് ശത്രുത ഉണ്ടായിരുന്നു? ഐ മീൻ ആ ചേപ്പാട്ടെ ഹോട്ടലിന്റെ കാര്യത്തിൽ? എന്നാ ശത്രുതയാണ്? അത് ചുമ്മാ അസൂയക്കാരും പറഞ്ഞുണ്ടാക്കുന്നില്ലയോ. പിന്നെ ഇടയ്ക്ക് ആനികാരി ഓരോ തോന്നാത്ത കാണിച്ചപ്പോ അച്ചായം കയറിയെന്ന് ഉടക്കി, അത്രേ ഉള്ളൂ. അപ്പൊ ആനിയോട് കടനാട്ടിൽ വർഗീസിന് ശത്രുത ഉണ്ടെന്ന കാര്യം ഓണത്തിന് സമ്മതിക്കണം അല്ലേ? അയ്യോ, അതല്ല. ഏതല്ലെന്ന്? അല്ല, ഈ കൊല്ലാനും മാത്രമുള്ള ശത്രുതേ. അപ്പൊ ആനി മരിച്ചു എന്ന് ഓണത്തിന് ഉറപ്പാക്കാം. നാളെ കിടക്കുന്നു. എന്റെ പൊന്നു മാഡം, ഇങ്ങനെ തുമ്പും പാലും പിടിച്ച് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ ഞാൻ കുറഞ്ഞു പോകും. ഡൽഹിയിലെ പോലീസ് ഇത്രയും കടുപ്പമായിരുന്നെന്ന് അറിഞ്ഞില്ല കേട്ടോ. കേരള പോലീസ് പാവത്തങ്ങളാ. സത്യസന്ധരാ. ഞങ്ങളൊന്നും ഇങ്ങനെ വരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഏതായാലും ഓണത്തെ ആവശ്യം വരുമ്പോ ഞാൻ വിളിപ്പിക്കാം. അതിനെന്നെ വേണം, ഞാൻ വരാൻ. ഇതുപോലെ വല്ല കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് പിരിയാല്ലോ. കൊച്ചു വർത്താനം വേണോ വലിയ വർത്താനം വേണോ എന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. തുടക്കമല്ലേ ആയിട്ടുള്ളൂ. അതെ, ഞാനങ്ങോട്ട് എന്റെ തരുമല തിരുമേനി രണ്ടായിരത്തിന് ഡൽഹിയിലോട്ടങ്ങ് വിളിപ്പിച്ച നോട്ടൊന്നും എഴുതി ലഭിച്ചേക്കാവേ. എന്താ മിസ്റ്റർ പോൾ? ഇല്ല, ഒന്നുമില്ലേ മാഡം, മാതാന്ന് പറയായിരുന്നു. കേരള പോലീസിൽ ഇങ്ങനൊരു കള്ളൻ